വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി. എല്ലാവരും വ്ളോഗ് എടുക്കുന്നു, എനിക്കും എടുക്കണം ഒരു വ്ളോഗ്. ആരും എടുക്കാത്തൊരു പ്രത്യേകമായിട്ടുള്ളൊരു വ്ളോഗ് ആയിരിക്കണം അത്. അതിനിപ്പോൾ ഞാൻ എന്താ എടുക്കുക? കിട്ടിപ്പോയി. ആ ഒരു വ്ളോഗ് ആരും എടുത്തു കാണില്ല, ഞാൻ മാത്രമായിരിക്കും എടുക്കുന്നത്. എനിക്ക് വയ്യ, ഞാനിപ്പോൾ വൈറലാകും. ഇത് ഞാൻ പൊളിക്കും. ഒരു ബാത്റൂം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ബാത്റൂമിന്റെ കോലമാണോ ഇത്? എല്ലാവരുടെ വീട്ടിലെ ബാത്റൂമും കിച്ചണും ഡൈനിങ് ഹാളെല്ലാം കാണാൻ എന്തൊരു ഭംഗിയാ. ഈ വീട്ടിലെന്താ എപ്പോഴും ഇങ്ങനെ? ഒരു പൊട്ടിയ ബക്കറ്റും ചൂലും. ഷാമ്പൂവിന്റെ ഒക്കെ സ്റ്റാൻഡ് കണ്ടാൽ മതി. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എന്തെല്ലാം പണിയാ ഉള്ളത്, എടുത്തെടുത്ത് മടുത്തു ഞാൻ. അമ്മ അമ്മ, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അത് പിന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്ന. അതിനെന്തിനാ നീ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അത് പിന്നെ ഞാൻ ബാത്റൂമിന്റെ വീഡിയോ എടുക്കുന്നത്. ബാത്റൂമിന്റെ വീഡിയോ? എന്ത് വീഡിയോ? അതൊക്കെ ഉണ്ട്. അമ്മ, ആ ഷാമ്പൂവിന്റെ ബോട്ടിൽ എവിടെ? ഓ, അതൊക്കെ കാലിയായി, ഞാൻ വേസ്റ്റിലിട്ടു. എവിടെയാ വേസ്റ്റ് ഇട്ടത്? പുറത്തുണ്ട്. നിനക്കെന്തിനാ അതൊക്കെ? അതൊക്കെ ആവശ്യമുണ്ടമ്മ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഈ പെണ്ണെ എന്തിനുള്ള പുറപ്പാടാണാവോ? മാളു, നീ ആ കാലി ബോട്ടിൽ കൊണ്ട് എന്താക്കാനാ പോകുന്നത്? അതൊക്കെ ഉണ്ട്. ചേച്ചി, ജാനി ചേച്ചി. എന്ത് വേണം? ജാനി ചേച്ചി, ജാനി ചേച്ചിയുടെ ബോഡി ലോഷനും സൺസ്ക്രീനും ഒക്കെ ഒന്ന് തരുമോ? നിനക്കെന്തിനാണ് ഇതൊക്കെ? അതിനെ കൊണ്ടൊക്കെ ആവശ്യമുണ്ട്, പ്ലീസ് ഒന്ന് തരുമോ? അതൊക്കെ എന്നേ തീർന്നു. അയ്യോ, തീർന്നോ? അതൊക്കെ തീർന്നു. നിനക്കെന്തിനാ? എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. ചേച്ചി, അതിന്റെയൊക്കെ ബോട്ടിൽ എവിടെയാ വെച്ചത്? അതൊക്കെ അമ്മ കൊണ്ടുപോയി വേസ്റ്റിലിട്ടു. എന്നാ ശരി. ഞാൻ ഇവിടെ എവിടെയോ കണ്ടിരുന്നല്ലോ അത്. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എന്താ മാളു നീ ഇങ്ങനെ തിരയുന്നത്? കുറെ സമയമായല്ലോ. അച്ഛാ, ആ കൊറോണ സമയത്തൊക്കെ നമ്മൾ കൈ കഴുകുന്ന ഒരു സാധനമില്ലായിരുന്നോ? ആ സാധനം ഞാൻ ഇവിടെ എവിടെയോ കണ്ടിരുന്നു, ഇപ്പൊ കാണുന്നില്ല. എന്ത് സാനിറ്റൈസറോ? അത് തന്നെ. അതല്ലേ ആ ഇരിക്കുന്ന ബുക്കിന്റെ മുകളിൽ? അവിടെ ഉണ്ടായിരുന്നോ അത്? അല്ല, നിനക്കെന്താ അതുകൊണ്ടുള്ള ആവശ്യം? അതൊക്കെ ഉണ്ടെന്റെ അച്ഛാ. അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റായി. ഇനിയാണ് പണി. ആദ്യം എടുത്തു മാറ്റേണ്ടത് ആ സോപ്പ് പെട്ടിയാ. കറുപ്പിനഴക്, ഓഹോ വെളുപ്പിനഴക്, ഓഹോ പുലരിയിലെ പതിമഴയിൽ പതിനേഴഴകാണ്. എന്ത് ഭംഗി ഇപ്പോൾ എന്റെ ബാത്റൂം കാണാൻ. ആ ഡോർ പോയി തുറന്നിടാം, എന്നാൽ കുറച്ച് വെളിച്ചം കിട്ടും. ആ ഭാഗത്ത് വെക്കാം ക്യാമറ. ഇവിടെ മതി, എല്ലാം കാണുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ വീട്ടിലെ ബാത്റൂമാണ്. എല്ലാവർക്കും എന്റെ ബാത്റൂമിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ഭാഗമാണ് ടോയ്ലറ്റ് ഏരിയ. ഈ കാണുന്ന വൈറ്റ് ടൈലിട്ട ഭാഗമാണ് ബാത്ത് ഏരിയ. ഇതാണ് ഞങ്ങളുടെ ക്ലോസറ്റ്. ഇതിനൊരു മൂടിയുണ്ട്. മൂടിയുള്ളത് കാരണം ഇതിൽ കയറി ഇരിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാ കയറി ഇരിക്കേണ്ടതെന്ന്. ഇതാ കണ്ടില്ലേ ഗൈസ്, പെട്ടെന്ന് കയറി ഇരിക്കാൻ പറ്റും. ഈ കാണുന്ന മൈക്ക് പോലത്തെ പൈപ്പ് കൊണ്ടാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാറ്. ഫ്രണ്ട്സ്, ഇനി എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഈ ക്യാമറ ഇവിടെ വെക്കാം, എന്നാൽ നല്ലോണം കാണും. ഫ്രണ്ട്സ്, ആ കാണുന്നതാണ് ഞങ്ങളുടെ സോപ്പ്. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോരു സോപ്പായിട്ടാണ് ഉപയോഗിക്കാറ്. പിന്നെ ഈ കാണുന്ന ഭാഗത്താണ് ഞങ്ങൾ സൺസ്ക്രീന്, ബോഡി ലോഷൻ, പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാറ്. ഈ കാണുന്ന ബ്ലൂ കളറിലുള്ള സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇത് വെയിലിൽ നിന്ന് നമ്മുടെ മുഖത്തെ നല്ലോണം കാത്തു സൂക്ഷിക്കും. പിന്നെ ഇവിടെ എല്ലാവർക്കും കോൾഗേറ്റ് ആണ് ഉപയോഗിക്കാറ്. ഇതാണ് ഞാൻ എന്റെ തലയിൽ തേക്കാറുള്ള ഷാമ്പു. ഇത് മുടിയെ നല്ല സിൽക്കി മുടിയാക്കി തരും. ഞങ്ങൾ ബാത്റൂമിലേക്ക് വേറെ ചെരുപ്പാണ് ഉപയോഗിക്കാറ്. ആ കാണുന്ന ചെരുപ്പാണിത്. പിന്നെ ഈ കർട്ടന്റെ ഭാഗത്തായിരുന്നു ഞങ്ങൾ ടി.വി. വെച്ചിട്ടുള്ളത്. ഗൈസ്, അതിന് കംപ്ലൈന്റ് വന്നതുകൊണ്ട് അത് ഇവിടെ നിന്നും എടുത്തു മാറ്റി. ഞങ്ങൾ പുതിയൊരു ടി.വി. ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനി ഇപ്പോൾ വന്നാൽ ഇവിടെ വെക്കണം. ഈ കാണുന്ന ബക്കറ്റും പാട്ടയും എന്റെ ഡാഡി സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അയ്യോ, വയറ്റിന് വല്ലാതെ വേദന. രാവിലെ കഴിച്ച ഭക്ഷണം വയറ്റിന് പിടിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. ഒന്ന് ബാത്റൂമിൽ പോയി നോക്കാം, സഹിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ്, ആ കാണുന്നതാണ് ഷവർ. മോളെ മാളു, ഒന്ന് പുറത്ത് പോകൂ, എനിക്ക് വല്ലാണ്ട് വയറു വേദനിക്കുന്നു. മോളെ മാളു, അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബാത്റൂമിൽ പോകണം. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
മാളോ മാളുമല്ല മീളും അച്ഛനോടാ പോവാൻ പറഞ്ഞത്. വീഡിയോയിലെല്ലാം കുളമായി. ആ ഭാഗം ഇനി കട്ട് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ബാത്ത് ഏരിയ. ഈ കാണുന്ന ചെടികളൊക്കെ ഞങ്ങൾ ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ക്യാമറ ആ ഭാഗത്ത് വെക്കാം. ഫ്രണ്ട്സ്, ഈ കാണുന്ന ചെടികളൊക്കെ നല്ല വില കൂടിയ ചെടികളാണ്. ഇതുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂമിൽ നിന്ന് നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിൽ ചെടികളുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ വെക്കണമേ. പിന്നെ ഇനി ഞാൻ എന്താ കാണിച്ചു തരിക? ആ, ഇവിടെ ഒരു ടോർച്ച് ഉണ്ട്. അത് ഞങ്ങളുടെ ബാത്റൂമിൽ കറണ്ട് പോയാൽ ഉപയോഗിക്കാൻ വെച്ചതാണ്. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ബാത്റൂം കിച്ചണിന്റെ അടുത്താണുള്ളത്. ഞങ്ങൾ കുളിക്കുമ്പോൾ വിശന്നിരുന്നാൽ അമ്മയ്ക്ക് ബിസ്ക്കറ്റ് ഒക്കെ തരാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം കിച്ചണിന്റെ അടുത്താണോ ഉള്ളത്? അയ്യോ മക്കളെ, ഓടി വാ. ബാലു, എന്തു പറ്റി? അച്ഛാ, എന്തു പറ്റി? അയ്യോ എന്റെ വയറ്, എനിക്ക് ബാത്റൂമിൽ പോവണം.